വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. നട തുറന്നു കഴിഞ്ഞാൽ പൂർണ്ണ നാടുകളിൽ വെച്ച് തിരുവാതിര കളി ഒക്കെ ഉണ്ട്. അതിലും പാർവതി ദേവി പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം. സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ അറിയുന്നത്. ശാന്തരൂപനത്തിനായിട്ട് എല്ലാ അനുഗ്രഹവും കൊടുക്കുന്നു. അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. മഹാദേവനെ വളരെയധികം ഭജിച്ച് ആ കുടുംബത്തിന് അകൂർമന എന്നുള്ള പേര് സിദ്ധിച്ചത്. ശിവന് വേണ്ട നിവേദ്യങ്ങൾ ഇതിനൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് തിടപ്പള്ളി കൊണ്ടുവയ്ക്കും. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ പാകം ചെയ്തതായിട്ട് കാണാം. തിടപ്പള്ളിയുടെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായി പാർവതി ദേവി തന്നെ ഇത് പാകം ചെയ്തതായിട്ട് കാണാം. വളരെ കോപിഷ്ഠയായി പറഞ്ഞു, ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന്. ദേവി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, തിരുവാതിര മുതൽ 12 ദിവസം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും, മറ്റു ദിവസങ്ങളിൽ എന്നെ ദർശിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലാണ് അകൂർ ചാത്തനും അകൂർ മനയെ ജന്മം കൊണ്ടത്. ചാത്തൻ കരിങ്കല്ല് കൊണ്ടൊരു തോണി ഉണ്ടാക്കിയെന്നാണ്. അതിന് ദിവസവും അദ്ദേഹത്തിന് ഐരാണിക്കുളത്ത് കൊണ്ടുപോകും. പുല്ലിറക്കാൻ ഇരുന്നപ്പോൾ ഒരു രക്തം കാണുകയും ആ രക്തം കണ്ട സ്ഥലത്ത് തന്നെയാണ് ദേവൻ്റെ പ്രത്യക്ഷ. അങ്ങനെ സ്വയംഭൂവായിട്ടാണ് മഹാദേവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്രവുമായി വളരെയധികം ബന്ധമുള്ള അകവൂർ മനയിലെ കാരണവരും ക്ഷേത്രം സമിതി മെമ്പറുമായ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാടാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നട തുറക്കലാണ്, ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ഐതിഹ്യം? ഇതിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിക്ക് സമീപം പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും വിശിഷ്ടവുമായ ഒരു ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 1600 കൊല്ലങ്ങൾക്ക് മുമ്പ് അധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് പറയവറ്റ പന്തിരുകുലത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം. അതായത് ഇപ്പോൾ മേടത്തൂർ അഗ്നിഹോത്രിയുടെയൊക്കെ കാലഘട്ടം എന്ന് പറയുമ്പോൾ AD 400-നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അകൂർ ചാത്തനും ഇവിടെ ജന്മം കൊണ്ടത്. ആ കാലഘട്ടത്തിലാണ് അകൂർ മനയെ ജന്മം കൊണ്ടത്. ആ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രവും അകൂർ മന ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അകൂർ മന ചരിത്രവും തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഇഴകചേർന്ന് ഇരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ഐതിഹ്യങ്ങളിലും അതിൽ കുറേ ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും ഭക്തിപരമായിട്ടുമൊക്കെ സങ്കല്പങ്ങളുണ്ടാവും. ഇതിൻ്റെ പറയുമ്പോൾ അകൂർ മനയുടെ മൂലകുടുംബം ഒരു കാലഘട്ടത്തിൽ, അതായത് 1600 കൊല്ലങ്ങൾക്ക് മുമ്പിലത്തെ കഥയാണ് പറയുന്നത്. ഐരാണിക്കുളം എന്ന ദേശത്തായിരുന്നു. ഐരാണിക്കുളം തൃശ്ശൂർ ജില്ലയിലുള്ള ഐരാണിക്കുളം അത് അന്നത്തെ ഗ്രാമമായിരുന്നു. ഓരോ 24 ഗ്രാമങ്ങളാണ് കേരളത്തിൽ തിരിച്ചിരുന്നത്. അതിലൊരു ഗ്രാമമാണ് ഈ ഐരാണിക്കുളം. ആ ഗ്രാമത്തിൽ തമ്പ്രാക്കൾ സ്ഥാനവും ഈ അകൂർ മനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആ നാട്ടിൻ്റെ പരദേവത എന്ന് പറയുന്നത് ഐരാണിക്കുളത്തപ്പനായിരുന്നു. അതായത് ശിവനും പാർവതിയും ഉള്ള ക്ഷേത്രമാണ്. ഇന്നും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഐരാണിക്കുളം ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ഊരാൺമക്കാരനും ഈ അകൂർ മന കുടുംബക്കാരായിരുന്നു. അപ്പം അന്ന് ഈ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം അവസാന തീരുമാനം എടുക്കുന്നത് തമ്പ്രാക്കളാണ്. അപ്പോൾ തമ്പ്രാക്കളോട് ചോദിച്ചിട്ടേ മഹാരാജാവ് എന്തെങ്കിലും തീരുമാനം ആധ്യാത്മിക കാര്യങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അന്നത്തെ മഹാരാജാവുമായിട്ട് ചില അസ്വരസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് തുറന്നു പോരാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അകൂർ മനയ്ക്ക് കുറേ ഭൂപ്രദേശം ഈ വെള്ളാരപ്പള്ളി പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോരാം എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കാലത്ത് വളരെ നേരത്തെ കുളിച്ച് അമ്പലത്തിൽ ചെല്ലും, മഹാദേവനെ ഭജിക്കും. അങ്ങനെ മഹാദേവനെ വളരെയധികം ഭജിച്ച് ഒരാൾ കൊണ്ടായതുകൊണ്ടാണ് ആ കുടുംബത്തിന് അഘോര മന എന്ന നിലയ്ക്ക് അകൂർ മന എന്നുള്ള പേര് സിദ്ധിച്ചത്. അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ തമ്പ്രാക്കൾ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് വെള്ളാരപ്പള്ളി എന്ന പ്രദേശത്തേക്ക് പോന്നു. ഇവിടെ താമസമാക്കി. ഒരു 4 കെട്ടും വരെയൊക്കെ പഠിച്ച് ഇവിടെ പെരിയാറിൻ്റെ തീരത്ത് താമസമാക്കി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസവും കാലത്ത് പോയി മഹാദേവനെ ദർശിക്കാതെ ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ മഹാദേവനെ എനിക്ക് ഇനി ദർശിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രയാസം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഒരു അംഗമായ അകൂർ ചാത്തൻ്റെ ജനനം. അകൂർ എല്ലാ കുട്ടികളെ ഓരോ ദിക്കിലും ഉപേക്ഷിച്ച് പോവുകയാണ്. ഈ ചാത്തനെ ഇവിടെ കടവിൽ ആരോ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം കുളിക്കാൻ ചെന്നപ്പോൾ ഒരു പ്രസവിച്ച ഉടനെയുള്ളൊരു കുട്ടിയെ അവിടെ കണ്ടെത്തി. ആ കുട്ടിയെ എടുത്ത് വളർത്താൻ പറഞ്ഞു. അങ്ങനെ മനയിൽ ആ കുട്ടി വളർന്നു. അങ്ങനെ
അത് അകൂർ ചാത്തൻ എന്നുള്ള പേരിട്ടു. ചാത്തൻ എന്ന് പേരിട്ടു. അപ്പോൾ പിന്നെ കുറേ അകൂർ ചാത്തൻ എന്നായി. അപ്പോൾ ആ ചാത്തൻ ഈ ആദ്യം ഒരു ബാല്യക്കാരനായിട്ടായിരുന്നു ഇവിടെ തുടങ്ങിയത്. പിന്നെ ഒരു കാര്യസ്ഥനായി, പിന്നെ ഉപദേശകനായി മാറുകയുണ്ടായത്. അപ്പോൾ ഇവരൊക്കെ ഈ പറയുവത്തെ ബന്ധുക്കളത്തിൽ എല്ലാവരും ദിവ്യന്മാരായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനപ്രയാസം കണ്ടപ്പോൾ ചാത്തൻ ചോദിച്ചു, ഇതെന്താ അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ ഐരാണിക്കുളത്ത് ഞാൻ ദിവസവും ദർശിച്ചതാണ്. ഇപ്പോൾ എനിക്ക് മഹാദേവനെ ദർശിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ അതിൻ്റെ വിഷമാണ്. അല്ല, അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അതിനൊരു ഉപായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ചാത്തൻ കരിങ്കല്ല് കൊണ്ട് ഒരു തോണി ഉണ്ടാക്കിയെന്നാണ്. അപ്പം അന്ന് ഒരു അത്ഭുതമാണ്. അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കരിങ്കല്ല് കൊണ്ട് തോണി ഉണ്ടാക്കി അതിലെ ദിവസവും അദ്ദേഹത്തിന് ഐരാണിക്കുളത്ത് കൊണ്ടുപോകും. അത് കൊണ്ടുപോയി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അതേ വഞ്ചിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഇദ്ദേഹത്തിന് കുറേ കൂടി പ്രായാധികമായി. അപ്പോൾ കുറച്ച് നടന്നു പോകണം. അപ്പോൾ നടന്നു പോകാനും കൂടി ഇദ്ദേഹത്തിന് വയ്യാതെയായി. കാട് പ്രദേശത്ത് കൂട്ടുകയാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അത് വയ്യാതെയായി. അപ്പോൾ നടക്കില്ലെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഓ മഹാദേവ, ഇനി എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തൊരു ഗതികേടായി. ഇനി ഞാൻ അങ്ങേ വന്ന് ദർശിക്കുക എന്നുള്ളത് എനിക്ക് അസാധ്യമായത്. അപ്പോൾ ചാത്തൻ പറഞ്ഞു, അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ ചാത്തനാണ് ഒരു ഉപദേശം കൊടുക്കുക. സാരമില്ല, നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ പോകുന്ന ഇദ്ദേഹം അന്നൊക്കെ ഓലക്കൊടിയാണ്. ഈ ഓലക്കൊടി എടുത്തപ്പോൾ അതിന് വലിയൊരു ഭാരം തോന്നി. ഇതെന്താ ഇത്ര ഭാരം? അതൊക്കെ ഒരു നിമിത്തമാണ് എന്ന് ചാത്തൻ പറഞ്ഞു. അങ്ങനെ ഓലക്കൊടി എടുത്ത് ഇദ്ദേഹം വഞ്ചിയിൽ കയറി തിരിച്ചിങ്ങോട്ട് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഈ മനക്കലെ കടവിലേക്ക് എത്താറായതിനു മുമ്പ് ഇദ്ദേഹത്തിന് ചില ആവശ്യങ്ങൾക്ക് ഈ കരയ്ക്ക് അടുക്കേണ്ടി വന്നു. അങ്ങനെ കരയ്ക്ക് അടുത്തപ്പോൾ അദ്ദേഹം കുട വെച്ചു. അത് അങ്ങനെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുടയെടുത്തപ്പോൾ കുടയ്ക്ക് ഭാരം തീരെ ഇല്ലാതെയായി. ഇതെന്താ ഈ ഭാരം ഒട്ടുമില്ലല്ലോ? അപ്പോൾ ഒന്നും പേടിക്കണ്ട, അങ്ങയുടെ ഒപ്പം മഹാദേവനും കൂടി പോന്നേട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളാരിപ്പള്ളി ഒരു പ്രദേശത്ത് ഒരു ദൃഷ്ടാന്തം കാണും, അപ്പോൾ അവിടെ ക്ഷേത്രം പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇവിടെ കടവിലേക്ക് വീണ്ടും വന്ന് ഈ തോണി കവത്തിയിടും. ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഈ പുല്ലിറക്കാൻ വന്നപ്പോൾ ഒരു രക്തം കാണുകയും അങ്ങനെ ആ രക്തം കണ്ട സ്ഥലത്ത് തന്നെയാണ് ഈ ദേവൻ്റെ പ്രതിഷ്ഠ. അങ്ങനെ സ്വയംഭൂവായിട്ടാണ് മഹാദേവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇനി ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞാൽ മതി. ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണെന്ന് ചാത്തൻ പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് തിരുവൈരാണിക്കുളം എന്നായത്. ഐരാണിക്കുളം എന്ന് തിരിഞ്ഞു പോകുന്നതുകൊണ്ട് തിരുവൈരാണിക്കുളം എന്ന ക്ഷേത്രമായിട്ട് പ്രസിദ്ധമായിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഈ പോരാനുണ്ടായ കാരണം. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അവിടെ ഒരു പീഠത്തുമ്പിയാണ് പാർവതി ദേവിയും ശിവനെയും പ്രതിഷ്ഠിച്ചത്. ഇവിടെ വട്ടശ്രീകോവിലിൽ അനുഭവമായിട്ട് ശിവൻ കിഴക്കോട് തിരിഞ്ഞ് പാർവതി ദേവി വിപരീത ദിശയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ശ്രീകോവിലിൽ തന്നെ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. അത് പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ അതിൽ ഒരു ചുരുക്കം ഒരു കോറിഡോർ ഉണ്ടാവും. അതിൽ പോയിട്ട് ഈ ശിവനെ പൂജിക്കാം, അതുപോലെ തന്നെ പാർവതി ദേവി പൂജിക്കാം. പുറത്ത് കിടക്കാതെ തന്നെ അങ്ങോട്ട് പോയി പൂജിക്കാനുള്ള സൗകര്യത്തിലാണ് പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ ചെയ്യുക, അന്ന് ആ കാലഘട്ടത്തിൽ ഈ പാർവതീദേവിയുടെ നടയും ശിവൻ്റെ നടയും എല്ലാ കാലത്തും തുറന്നിരുന്നു. അപ്പം അന്ന് ഈ ശിവന് ഉള്ള പൂജയുടെ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശിവന് വേണ്ട നിവേദ്യങ്ങൾ, അതായത് പായസം, അതുപോലെ തന്നെ നേദ്യം, മറ്റുള്ള ഭാവിയിൽ ഒപ്പം ഇതിനൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് തിടപ്പള്ളി കൊണ്ടുവയ്ക്കും. ശർക്കര, നാളികേരം. ഇത് കഴിഞ്ഞ് പിന്നെ ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ പാകം ചെയ്തതായിട്ട് കാണാം. അപ്പോൾ സാധാരണ എങ്ങനെയാണ് പതിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേശാന്തി ഈ സാധനങ്ങളൊക്കെ തിടപ്പള്ളി കൊണ്ടുവച്ചിട്ട് വാതിലടച്ച് പോരും. പിന്നെ ആരും ചെന്ന് നോക്കാൻ പാടില്ല എന്നാണ് അലിഖിത നിയമം. അപ്പോൾ ഇദ്ദേഹം അത് കഴിഞ്ഞ് ഈ മഹാദേവൻ്റെ അഭിഷേകം, മലർ നിവേദ്യം, ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പാകം ചെയ്തിരിക്കണം. അവയിലെല്ലാം. അപ്പോൾ ഇതെല്ലാം വലിയൊരു അത്ഭുതമാണ്. പക്ഷേ ആരും തിരിഞ്ഞ് അങ്ങോട്ട് പോയി നോക്കാൻ പാടില്ല. അതുകൊണ്ട് ആരും പോയി നോക്കിയിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാരണവർക്ക്, അകൂർമനയുടെ കാരണവർക്ക്, അദ്ദേഹത്തിന് വലിയ ഭക്തനാണ്, എപ്പോഴും ശിവഭക്തനാണ്, ശിവനെ ഭജിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനൊരു ജിജ്ഞാസ തോന്നി, ഇതെന്താണ് അതെ, ഇതെന്താ തിടപ്പള്ളിയിൽ നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പോയിട്ട് തിടപ്പള്ളിയുടെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായി പാർവതീദേവി തന്നെ ഇത് പാകം ചെയ്തതായിട്ട് കാണുക. അപ്പോൾ ഇദ്ദേഹം ഉറക്കെ അമ്പയെ ജഗദമ്പയെ ഉറക്കെ വിളിച്ചു. അപ്പോൾ ഈ പാർവതീദേവിക്ക് യഥാർത്ഥത്തിൽ കോപം ഉണ്ടായത്. കാരണം ഈ ഇദ്ദേഹം വലിയ ഭക്തനാണ്, പക്ഷേ അരുതാത്ത കാര്യങ്ങൾ
അതിന് ഉടമസ്ഥനാരെങ്കിലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ദേവി വളരെ കോപിഷ്ഠയായി പറഞ്ഞു, ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ മനപ്രയാസമായി. ഇദ്ദേഹം കാൽക്കൽ വീണു, ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം, ദർശനം ഉണ്ടാവണം. അപ്പോൾ ദേവി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് 12 ദിവസം മാത്രം, അതായത് മഹാദേവൻ്റെ തിരുനാളായ തിരുവാതിര മുതൽ 12 ദിവസം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. മറ്റു ദിവസങ്ങളിൽ എന്നെ ദർശിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അന്ന് ഈ 12 ദിവസം വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ടത്ര അനുഗ്രഹങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായതായിരുന്നു. ഇതാണ് 12 ദിവസം മാത്രം ഉണ്ടാവാതെ കാരണം. മറ്റൊരു കാര്യം ഇതിൽ എന്താ വെച്ചാൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഓരോ ക്ഷേത്രത്തിനും അതാത് മൂർത്തിയുടെ പ്രതിഷ്ഠാ സങ്കല്പം കൊണ്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു പ്രതിഷ്ഠയ്ക്കുള്ള പ്രത്യേകത കൊണ്ട്, അതായത് ആരാണ് പ്രതിഷ്ഠിച്ചത്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചത്, ഇതിനൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചാണ് ഈ ദേവൻ അല്ലെങ്കിൽ ദേവി അനുഗ്രഹിക്കുന്നത്. അതുപോലെ വഴിപാടുകൾ അവർ നടത്തുന്നത്, ദർശന സമയം, ഓരോ വഴിപാടുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അനുഭവങ്ങൾ, ഭക്തജനങ്ങൾക്കുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ പ്രതിഷ്ഠ പ്രാധാന്യമുള്ളതാണ്. അതായത് മഹാഭാരതത്തിൽ സമയമായി. അപ്പോൾ അർജുനൻ വളരെ ഗർവിഷ്ഠനാണ്, എനിക്ക് നല്ല കഴിവുണ്ട്, അങ്ങനെയാണ് എന്നൊക്കെയാണ് അർജുനൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ആരെയും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരമുണ്ട്. അപ്പോൾ ഈ പാണ്ഡവന്മാരുടെ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, ധൗമ്യ മഹർഷി. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ശരിയല്ല. ആ എതിർപക്ഷത്ത് കൗരവന്മാരുടെ പക്ഷത്ത് ഭീഷ്മര്, ദ്രോണര്, വിതുരർ, അതുപോലെ ഇങ്ങനെയുള്ള മഹാരഥന്മാരുള്ള ഒരു ഇതാണ്, സൈന്യമാണ്, അനവധി വലിയ സൈന്യമാണ്. അപ്പം അതിനെ തോൽപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് മഹാദേവൻ അനുഗ്രഹം വാങ്ങിക്കേ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് കാട്ടിൽ പോയി മഹാദേവനെ ഭജിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ കാട്ടിൽ പോയി ശിവനെ ഭജിച്ചു. അപ്പോൾ എങ്ങനെയായാലും മഹാദേവൻ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആർക്കും പെട്ടെന്നൊരു അനുഗ്രഹം കൊടുക്കില്ല, ഒക്കെ പരീക്ഷിച്ച ശേഷം എന്തെങ്കിലും കൊടുക്കുള്ളൂ. അപ്പോൾ ഈ മഹാദേവനും പാർവതി ദേവിയും കാട്ടാളത്തിൻ്റെ വേഷം കെട്ടി അവിടെ ചെന്നു. എന്നിട്ട് അർജുനന് യുദ്ധം ചെയ്യാം, മറ്റേ തപസ് മുടക്കാൻ. അത് അർജുനന് വലിയ ദേഷ്യമായി. നോക്കിയപ്പോൾ ഒരു കാട്ടാളൻ എൻ്റെ നേർക്ക് യുദ്ധം ചെയ്യണു. ബില്ലെടുത്ത് അർജുനനും യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷേ അർജുനൻ പരാജയനായി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം, ഇതാ എന്നെ തോൽപ്പിക്കാൻ ആരാണ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കാൽക്കൽ വീണു. അത് ആരാണ്? അപ്പോഴാണ് യഥാർത്ഥ രൂപം ശിവൻ കാണിക്കുന്നത്, മഹാദേവൻ കാണിക്കുന്നത്, ശിവൻ്റെ രൂപം കാണിക്കുന്നു. അങ്ങനെ ശിവൻ ഈ അർജുനന് പാശുപതാസ്ത്രം ദാനം ചെയ്യാം. ആ പാശുപതാസ്ത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തുറക്കാൻ വയ്യാത്തൊരു അസ്ത്രമാണ്. അങ്ങനെയാണ് അതിന് ശേഷമുള്ളൊരു ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ശിവൻ്റെ. അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും എഴുതി കൊടുക്കാൻ ദേവൻ പ്രത്യേകം അനുഗ്രഹിക്കുന്നതാണ്. ശരിക്കും ശിവൻ എന്ന് പറയുകയാണെങ്കിൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയ. ഇവിടെ കോപിയല്ല, ശാന്തരൂപനത്തിനായിട്ട് എല്ലാ അനുഗ്രഹം കൊടുക്കുന്നു. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഗൗരവമായുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാറില്ല. വെടിക്കെട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പാർവതിദേവിയുടെയും, പാർവതിദേവിയുടെ ഞാൻ പറഞ്ഞല്ലോ 12 ദിവസം മാത്രം. പാർവതിദേവിയുടെയൊക്കെ പ്രത്യേകത ആണെങ്കിൽ പാർവതിദേവി ഹിമവൽ പുത്രിയാണ്, ഹിമവാൻ്റെ പുത്രിയാണ്. അപ്പം അന്ന് കുട്ടിയിൽ മുതൽ പാർവതിദേവിക്ക് ശിവനെ പാണിഗ്രഹണം ചെയ്യണമെന്നൊരു മോഹം, മഹാദേവനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ അത് തടുത്തു. കാരണം ശിവൻ എൻ്റെ രൂപഭാവങ്ങളൊന്നും പാർവതിദേവിക്ക് അനുയോജ്യമല്ല. അത് വേണ്ടാന്ന് കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. പക്ഷേ പാർവതിദേവി അത് പറ്റിപ്പോരാ, തനിക്ക് അതന്നെ ആണ് വളരെ കാലം തപസ് ചെയ്തു. അങ്ങനെ തപസ് അനുഷ്ഠിച്ച ശേഷമാണ് ശിവനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ പ്രാണിഗ്രഹണം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രാണിഗ്രഹം കഴിഞ്ഞ ശേഷമുള്ള രൂപത്തിലാണ് ഇവിടെ പാർവതീദേവിയുടെ പ്രതിഷ്ഠ. അപ്പോൾ പാർവതീദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് ഈ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ മാത്രമല്ല പാർവതീദേവിക്ക് ഈ വിവാഹത്തെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ
കഷ്ടപ്പാടുകൾ വെച്ചാൽ അത്ര അതി കഷ്ടപ്പെട്ടിട്ടാണ് പാർവതീദേവി ശിവനുമായിട്ട് വിവാഹം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ വിവാഹം നടക്കുന്നതിനും അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിനും അതുപോലെ തന്നെ ദീർഘമംഗല്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കുമൊക്കെ ദേവി പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പം കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അവർ വരുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠമായ ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല, ഇവിടെ എത്തുമ്പോൾ അവർ ഇക്കൊല്ലം വന്ന് ഈ വഴിപാടുകളൊക്കെ ചെയ്തു പോയാൽ അടുത്ത കൊല്ലം തീർച്ചയായിട്ടും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് നമ്മുടെ അനുഭവം. അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് തന്നെ നേരിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കൊല്ലം തമ്മിലും ഈ അനുഭവം കൊണ്ട് തന്നെയാണ് കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ കൂടുതൽ വരുന്നത് സ്ത്രീജനങ്ങളാണ്. അപ്പോൾ സ്ത്രീജനങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം ശബരിമല എന്നാണല്ലോ ശബരിമല എന്ന് പറയാം. അങ്ങനെ അതായത് അത്രയും ജനങ്ങൾ ഇപ്പോൾ ശബരിമലയിലാണല്ലോ ഏറ്റവും കൂടുതൽ അത് ജനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം സ്ത്രീജനങ്ങൾ ഇവിടെ വന്നു. സ്ത്രീജനങ്ങൾക്കാണല്ലോ ഒരു വിവാഹത്തിനുള്ള ഒരു പ്രത്യേകത കണക്കാക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പുരാണങ്ങൾ മുതൽ തന്നെ ഒരു സ്ത്രീ വിവാഹിതരല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ നാടിനും കുടുംബത്തിനും ഒക്കെ ഐശ്വര്യമില്ല എന്നുള്ളതാണ്. അവർ വിവാഹം നടത്തി കൊടുക്കുന്നത് കുടുംബത്തിനൊന്നും മാത്രമല്ല ആ നാടിൻ്റെയും കൂടി ചുമതലയാണെന്നാണ് ഈ വിശ്വാസം. അതാണ് ഇതിനൊരു പ്രത്യേകത. ഇപ്പം ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും നട ഒരേ സമയം തുറക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതായത് അങ്ങനെയല്ല, ഇതിവിടെ ഇങ്ങനെ പൂജാക്രമങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ പ്രധാന പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് പൂജ കഴിഞ്ഞിട്ടാണ് പാർവതി ദേവിക്ക് പൂജ. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രധാന വഴിപാടുകളൊക്കെ ഇപ്പം മഞ്ഞൾ നൽകുക, അതേപോലെ തന്നെ തൊട്ടിൽ കെട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് വഴിപാടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് വിവാഹം നടക്കുന്നതിന് ഇപ്പോൾ സാധാരണഗതിയിൽ വിവാഹം പട്ടും താലിയും നടക്കി വയ്ക്കുക. അത് വിവാഹിതനായി ശേഷം രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ നടക്കി വന്ന് ഇണപ്പുടവ വച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ദ്രവ്യങ്ങളൊക്കെ വെച്ച് നടക്കി വയ്ക്കും. അതാണ് ഏറ്റവും വലിയൊരു വഴിപാട്. മാത്രമല്ല, ഈ പ്രധാനമായിട്ട് ഈ പാർവതീദേവിയുടെ ബിംബം ദാരുബിംബമാണ്, മരം കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും അഭിഷേകമില്ല. അപ്പോൾ മഞ്ഞപ്പൊടി ആണ് അതിൻ്റെ അഭിഷേകം. അതാണ് മഞ്ഞപ്പൊടിക്കൊരു പ്രത്യേകത കൂടുതലുണ്ട്. മഞ്ഞപ്പൊടി പിന്നെ മാത്രമല്ല എല്ലാ മംഗല്യത്തിനും ഉള്ള ഒരു നിറമാണ് മഞ്ഞ. ഇപ്പോൾ വിഷുവിനാണെങ്കിലും മഞ്ഞ ഇതാണ് അതുപോലെ തന്നെ എല്ലാ വിവാഹങ്ങൾക്കും മഞ്ഞളിൻ്റെ പ്രത്യേകതയുണ്ട്. അതാ മഞ്ഞളുടെ പ്രത്യേകതയാണ്. ഇവിടെ നടതുറപ്പിന് മുമ്പ് ഇവിടെ അകൂർ മനയ്ക്കുന്നാണ് ഈ എഴുന്നള്ളിച്ച് തിരുവാഭരണങ്ങളൊക്കെ എഴുന്നേച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അകൂർ മനയിൽ ഒരു കാലഘട്ടത്തിൽ അകൂർ മനയിലായിരുന്നു ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് സുരക്ഷിതത്വം കൊണ്ട് ഇവിടെ സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നത്തെ ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്നാണ് എഴുന്നള്ളിച്ച് കാവടിയും പൂക്കാവടിയും അത് വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടുന്ന് തിരുവാഭരണം ഘോഷയാത്രയായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇവിടെ ചാത്തൻ്റെ ഇവിടെ കിടാവിളക്കുണ്ട്. ചാത്ത ഭഗവാന്റെ വിടാവിളക്ക് അപൂർവനയുടെ നാലുകെട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതിന്ന് കത്തിച്ച വിളക്കാണ് ആദ്യമായി ദേവിക്ക് കത്തിക്കുക ഇവിടുന്ന് അന്നത്തെ ദിവസം. അപ്പോൾ അത് ഈ തിരുവാഭരണങ്ങളൊക്കെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ വിളക്ക് കൊളുത്തി അവരെ കൊണ്ടുപോയി ദേവിക്ക് ദേവിയുടെ നടയിൽ കൊളക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ദേവിയുടെ നടയിൽ കൊള്ളുന്നത് അത് ചില ചടങ്ങുകളോട് കൂടിയിട്ടാണ് ഈ നട തുറക്കുക. ബ്രാഹ്മണി അതിനൊരു പ്രധാന തോഴി എന്നുള്ള നിലയ്ക്ക് ബ്രാഹ്മണിയമ്മ വേണം, ഇവിടെ സമുദായം നമ്പൂരി വേണം, അതുപോലെ ഇവിടുത്തെ ഊരാൺമ പ്രതിനിധികളൊക്കെ വെടിയൂർമന, വെഴുമണിമന, ആവൂർമന എന്നുള്ള 3 മെനക്കാരുണ്ട്. ഇവരുടെയൊക്കെ പ്രതിനിധികളൊക്കെ കൂടിയിട്ട് നടക്കി നിന്ന് അത് അവരുടെ അനുവാദത്തോടു കൂടി ബ്രാഹ്മണിയമ്മ പറയുകയാണ് ഈ മേശാന്തിയോട്. അങ്ങനെ മേശാന്തി നട തുറക്കുന്നു. നട തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അന്തർജനങ്ങൾ പോയി അവിടുന്ന് ദേവിയുടെ നടയുടെ ഒരു വിളക്ക് വീണ്ടും കുളത്തി കൊണ്ടുവരും. ഈ കുളത്തിയിട്ട് ഈ അകൂർ മനക്കിലേക്ക് കൊണ്ടുവരും. അകൂർ മന നാടുകരത്തിൽ വെച്ച് അന്നത്തെ ദിവസം തിരുവാതിര കളി ഒക്കെ ഉണ്ട്. അതിലും പാർവതി ദേവി പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം.
അത് മാത്രമല്ല ആ തിരുവാതിരകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിടവിളക്കായിട്ട് ഇവിടെ സൂക്ഷിക്കും. അപ്പോൾ 12 ദിവസം ദേവിയുടെ പ്രത്യേക സാന്നിധ്യം കൂടി ഇവിടെയുണ്ട്, മലയിലുണ്ടെന്ന് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ കാരണവരായ സ്ത്രീകളാരെങ്കിലും ഇവിടെ അരി ജപിച്ച്, അതിന് പ്രത്യേക മന്ത്രമുണ്ട്, ആ മന്ത്രം ജപിച്ച് ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കും. അരി ഭക്തർക്ക് കൊടുക്കുന്നതിന് പിന്നിലേക്ക് ഐതിഹ്യം എന്താ? അതെന്താണെന്ന് വെച്ചാൽ ഈ മുമ്പെയൊക്കെ ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോയി ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന അരിയായിട്ടാണ് കൊടുക്കുന്നത്. ഈ അരി കൊണ്ടുപോയി കുടുംബത്തിൽ കൊണ്ടുപോയി ഓരോ കഞ്ഞിയായിട്ടോ പായസമായിട്ടോ വെച്ച് കഴിച്ചാൽ കുടുംബ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ എല്ലാ തടസ്സങ്ങളും നീരാനും ഒക്കെ, അതുപോലെ രോഗശമനം അതിനൊക്കെ ഇത് പ്രധാനിയാണെന്നാണ് അനുഭവം. അതുമാത്രമല്ല, ഇത് ഈ അരി കുറച്ച് കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഇത് കിടക്കുക ഉണ്ടെങ്കിൽ കുടുംബത്തിന് പൂജാമുറിയിലോട്ട് കൊണ്ട് കുറച്ച് അരി വയ്ക്കുകയും ചെയ്യും. ഇതാണ് ഇത് കലാകാലങ്ങളിൽ നടത്തിക്കൊണ്ട് വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ വന്ന് അരി മേടിച്ച് കൊണ്ടുപോകുന്നു. അത് ഭക്തജനങ്ങൾക്ക് അതിന് വലിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നട തുറക്കലിൻ്റെ തുടക്കത്തിലും അതേപോലെ തന്നെ നട അടയ്ക്കുന്ന ദിവസവുമെല്ലാം ഒരുപാട് പൂജകളുണ്ട്, വഴിപാടുകളൊക്കെ നടത്താറുണ്ട്. മനയിൽ നിന്നിപ്പം വിളക്ക് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ നട അടയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നട അടയ്ക്കുമ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ടൊന്നും ദേവി ഒരിക്കലും ദേവിയുടെ ചൈതന്യം എന്ത് ചൈതന്യമാണെങ്കിലും ഒരു ഭാഗം ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവരാന്നേ ഉള്ളൂ. ദേവിയുടെ ബിംബമൊന്നും കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ ചൈതന്യമൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നട അടയ്ക്കട്ടെ എന്നുള്ള അനുവാദത്തോടു കൂടി മേശാന്തി നട അടയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾ കുറച്ച് കൂടുതലുണ്ട്. ഈ പാട്ട് വിലയിലേക്ക് എഴുന്നള്ളിക്കും. ദേവിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ദിവസവും കേൾക്കുന്നത് വലിയ താല്പര്യമാണ്. മുമ്പെയൊക്കെ നമ്മൾ അത് കൂടുതലും വിവാഹത്തിന് ആ ഡിസ്ക്രിപ്ഷനാണ്, വിവരണങ്ങളാണ് ഈ പാട്ടിലൂടെ. അത് ചൊല്ലി ബ്രാഹ്മണിയമ്മ ഈ നടക്കി നിന്ന് പാടും. അത് കേൾക്കുന്നത് ദേവിക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി പാടാറുമുണ്ട്. അതൊക്കെ ഇതിൻ്റെ വഴിപാടിൻ്റെ ഒരു ഭാഗമാണ്. ഏതാണേലും അടുത്ത 13-ാം തീയതി നട അടയ്ക്കും അല്ലേ? പറയാം, 12 ദിവസം 8 മണിക്ക് 2-ാം തീയതി 8 മണി രാത്രി 8 മണിക്ക് നട തുറക്കുകയും 13-ാം തീയതി രാത്രി 8 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ 12 ദിവസമാണ്. 12 ദിവസം ഒരുപാട് ഇടത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഭക്തർ ഒരുപാട് തിങ്ങി നിറഞ്ഞ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, നന്ദി.